ഗർഗമുനി പ്രഭുവിൻ്റെ ബുക്കിൽ വായിച്ചൊരു കാര്യമാണ്. ഗർഗമുനി പ്രഭു അദ്ദേഹത്തിൻ്റെ ബുക്ക് അവസാനിപ്പിക്കുന്നത് കുറച്ച് ലേഖനം എഴുതിയാണ്. ലേഖനം എന്ന് വെച്ചാൽ ശ്രീല പ്രഭുപാദ് എങ്ങനെ ഒരു വിപ്ലവകരമായ ഒരുപാട് കാര്യങ്ങൾ ചെയ്തതായിട്ട് അതിനകത്ത് പറയുന്നുണ്ട്. അങ്ങനെ പറയുന്ന ഇതിൽ ഒരു പാട്ടിൽ ഗർഗമുനി പ്രഭു പറയുന്നത് ശ്രീല പ്രഭുപാദ് ഒരു ആധ്യാത്മികമായിട്ടൊരു വിപ്ലവം മാത്രമല്ല അദ്ദേഹം ചെയ്തത്, ഒരു സാമ്പത്തിക വിപ്ലവം കൂടെ ശ്രീല പ്രഭുപാദ് ചെയ്തിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ആധുനിക കാലത്ത് എല്ലാവരോടും ഓഫീസിൽ പോകാനും ഫാക്ടറീസിലൊക്കെ പോകാനാണ് എല്ലാ ലീഡേഴ്സ് എല്ലാം നമുക്ക് പറഞ്ഞു തരുന്നത്. പക്ഷെ പ്രഭുപാദ് ഒരാൾ കുറച്ച് കൃഷി, കുറച്ച് ഭൂമി, കുറച്ച് പശു അതൊക്കെ ഉണ്ടെങ്കിൽ ഒരാൾ സാറ്റിസ്ഫൈഡ് ആകുമെന്ന് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അല്ല, ശ്രീല പ്രഭുപാദ് പറയുന്ന ഒരു കാര്യം ഗർഗമുനി പ്രഭു പറയാണ്. ഇപ്പം ആധുനിക കാലത്ത് ഇപ്പം ഭാരതത്തിന്റെ ഒരു എക്സാമ്പിൾ എടുത്താണ് ഗർഗമുനി പ്രഭു പറയുന്നത്. ഇപ്പം എല്ലായിടത്തും ഗോതമ്പ് വിളയുന്നുണ്ട്. അപ്പം ഗവൺമെന്റ് എല്ലാം ഈ ഗോതമ്പ് കർഷകരിൽ നിന്ന് വാങ്ങുന്നുണ്ട്. അതെല്ലാം ഈ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ഗോഡൌണിൽ സൂക്ഷിക്കും. പക്ഷെ അത് സഫീഷ്യന്റ് ആയിട്ടുള്ള ഗോഡൌൺസ് ഇല്ല. അതുകൊണ്ട് എന്ത് ചെയ്യുന്ന വെച്ചാൽ അദ്ദേഹം ഗർഗമുനി പ്രഭു തന്നെ പറയണം, ഞാൻ വഴിയിലൂടെ പോകുമ്പോൾ അവിടെ ഇങ്ങനെ ഈ ഗോതമ്പ് ചാക്കുകൾ നിറച്ച് വെച്ചേക്കുന്നത് എവിടെയും കൊണ്ടുപോകാൻ പറ്റാതെ വഴിയിൽ തന്നെ കിടക്കുന്നുവെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ഈ ഉള്ള സ്റ്റോക്ക് ചെയ്തേക്കുന്ന ഈ ഗോതമ്പ് തന്നെ കുറേ നാൾ കഴിയുമ്പോൾ അത് മോശമായിട്ട് പോകുന്നതായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അത് പ്രോപ്പർലി ഡിസ്ട്രിബ്യൂട്ട് ഒന്നും ചെയ്യുന്നില്ല ആൾക്കാരോട്. പക്ഷെ ഈ ആൾക്കാർ ശരിക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഇത്രയും ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരത്തില്ല. പക്ഷെ അതിന് പകരം അവരോട് വളരെയധികം ഹാർഡ് വർക്ക് ചെയ്യാനായിട്ട് ഗവൺമെന്റ് പറയാണ്. എന്തിനാ? കുറച്ച് ഗോതമ്പ് കിട്ടാൻ വേണ്ടി, കുറച്ച് ഭക്ഷണം കിട്ടാൻ വേണ്ടി ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യാനായിട്ട് പറയാണ്. അപ്പോൾ ഒരു സർവേ അനുസരിച്ച് ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഗോതമ്പിന്റെ 20% ഈ നശിച്ചു പോവുകയാണ്, വേസ്റ്റായി പോവുകയാണെന്ന് പറയുന്നുണ്ട്. പണ്ടേ അദ്ദേഹം പറയുന്ന മാത്രമല്ല, ഇപ്പം പുതിയ മെഷീനറീസ് കൊണ്ടുവരുവാണ്. മെഷീനറീസ് ഒരുപാട് കൊണ്ടുവരുമ്പോഴത്തേന് ആൾക്കാർക്ക് ജോലി ഇല്ലാതായി തീരുകയാണ് ചെയ്യുന്നത്. ആൾക്കാർക്ക് ജോലി ചെയ്യാനായിട്ട് പറ്റുന്നില്ല. അപ്പോൾ ഒരു മെഷീൻ തന്നെ 10, 20, 30 പേരുടെ ജോലി ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം അതേസമയം അവർക്ക് ഈ ഭൗതികമായ വിദ്യാഭ്യാസവും കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വിദ്യാഭ്യാസം കിട്ടും, പക്ഷെ അതിനകത്ത് അവർക്ക് ജോലി ഇല്ലാത്തൊരവസ്ഥയിലേക്ക് വന്നു ചേരും. പിന്നെ ആധുനിക കാലത്ത് ഇപ്പം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും അതിൻ്റെയും കൂടെ വരുമ്പോഴത്തേന് ആൾക്കും വളരെ കുറച്ച് പേർക്ക് ജോലി ചെയ്യുന്നു. ഒരു കാര്യം തന്നെ 20 പേരുടെ ജോലി ഒരുമിച്ച് ചെയ്യും, പിന്നെ ആൾക്കാർക്ക് ജോലി. പക്ഷെ അതേസമയം ഈ ഭൗതികമായ വിദ്യാഭ്യാസം കൊടുത്തുകൊണ്ടിരിക്കും. അപ്പം അവർക്ക് ഇത്രയും അറിവുമായി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഒന്നും ചെയ്യാനും ഇല്ലാത്ത, അതുകൊണ്ട് ഇത്രയും അൺഎംപ്ലോയ്മെന്റ് വരുന്നത്. ഈ അൺഎംപ്ലോയ്മെന്റും വരുന്നത് കാരണം ഇവര് ഈ നക്സലിസത്തിലും ടെററിസത്തിലും ഒക്കെ അഭയം കണ്ടെത്തും. കാരണം അവരുടെ നോളജ് എന്തെങ്കിലും കാര്യത്തിൽ ക്രിയാത്മകമായിട്ടുള്ള ഒരു കാര്യത്തിന് ഉപയോഗിക്കാനായിട്ട് പറ്റുന്നില്ല. അപ്പൊ തീർച്ചയായിട്ടും അവര് തെറ്റായ കാര്യങ്ങൾക്ക് അത് ഉപയോഗിച്ചു കൊടുക്കും. അങ്ങനെ ഈ നക്സലിസവും ടെററിസവും വരുന്നത്. അപ്പം ശ്രീല പ്രഭുപാദ് പറയുന്നത്, അദ്ദേഹം ഈ വർണ്ണാശ്രമ ധർമ്മവും ഈ ഫാം കമ്മ്യൂണിറ്റീസ് ഒക്കെ ചെയ്തത്, നമുക്ക് കുറച്ച് സ്ഥലമുണ്ടെങ്കിൽ അവിടെ കൃഷി ചെയ്യാനും അവിടെ നമുക്ക് ആവശ്യമുള്ള ഭക്ഷണം ഉണ്ടാക്കാനും, പിന്നെ കോട്ടൺ ഉണ്ടെങ്കിൽ നമുക്ക് വസ്ത്രങ്ങൾ ഉണ്ടാക്കാനും, കുറച്ച് പശു ഉണ്ടെങ്കിൽ അതിൽ നിന്ന് പാലും നെയ്യും ഒക്കെ ഉപയോഗിച്ച് പോഷകമുള്ള ആഹാരം കഴിക്കാനും ഇത് സഫീഷ്യന്റ് ആണ്. പക്ഷെ ഗവൺമെന്റ് ഇങ്ങനത്തെ കാര്യത്തിനെ അൺഅട്രാക്റ്റീവ് ആക്കി, ഇത് ഒരു ആകർഷകമല്ലാത്ത കാര്യമാക്കി വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ആൾക്കാരെല്ലാവരും ഫാക്ടറിയിലും ഇതിലെല്ലാം പോയി ഇങ്ങനെ. അപ്പം ഗർഗമുനി പ്രഭു പറയുന്നത്, പ്രഭുപാദ് സിമ്പിൾ ലിവിങ് ആൻഡ് പ്ലെയിൻ ലിവിങ് ആൻഡ് സിമ്പിൾ ലിവിങ് ആൻഡ് ഹൈ തിങ്കിങ്, അതാണ് ശ്രീല പ്രഭുപാദ് പറഞ്ഞത്. അപ്പം ആധുനിക കാലത്തെന്ന് പറഞ്ഞാൽ ലാവിഷ് ലിവിങ് ആൻഡ് ആനിമലിസ്റ്റിക് തിങ്കിങ് എന്നാണ്. കുറച്ച് ആൾക്കാരുടെ സൗകര്യത്തിന് വേണ്ടി കുറച്ച് ആൾക്കാരുടെ ലാഭത്തിന് വേണ്ടിയാണ് ഈ ആൾക്കാരെ കൊണ്ട് ഈ ശരിയായ മാർഗനിർദ്ദേശം കൊടുക്കാതെ ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു.
അതേപോലെ ഗർഗുനി പ്രഭു ഒരു വട്ടം പറഞ്ഞിട്ടുണ്ട്, ശീല പ്രഭുപാദ് അവസാന കാലഘട്ടത്തിൽ ബോംബെയിലെ ഈ കൺസ്ട്രക്ഷനൊക്കെ ആൾക്കാർ ചീറ്റ് ചെയ്യുന്നത് കണ്ടപ്പം ഈ പ്രഭുപാദ് വളരെ വിഷമത്തോടുകൂടി അവരോട് പറഞ്ഞു, ഇത് ചീറ്റ് ചെയ്യുന്ന തെറ്റാണ്, ഒരാൾ നമ്മളെ ചീറ്റ് ചെയ്യുന്ന തെറ്റാണ്, പക്ഷെ ആ ചീറ്റിങ്ങിന് നിന്നു കൊടുക്കുന്നതും തെറ്റാണ് എന്ന് പറഞ്ഞു. അപ്പം അതുകൊണ്ട് ഗർഗമുനി പ്രഭു പറയാണ്, ഈ പ്രഭുപാദിന്റെ ഈ ഒരു തത്വങ്ങൾ നമ്മൾ എല്ലാവരിലും എത്തിക്കണം. കാരണം നമ്മൾ വെറുതെ കഴുതകളെ പോലെ ജോലി ചെയ്യാണ് കുറച്ച് ഭക്ഷണത്തിന് വേണ്ടി, പക്ഷെ അതേസമയം ലാൻഡും എല്ലാം ഇവിടെ ഉണ്ട് അവൈലബിൾ, പക്ഷെ അതിന് ഒരു ആകർഷണത്വവും ഈ ഗവൺമെന്റും ഒന്നും കൊടുക്കുന്നില്ല. അതുകൊണ്ട് നമ്മൾ അന്ധമായിട്ട് അവരെ പിന്തുടരുകയാണ്. അതേസമയം തന്നെ അവരൊരുപാട് മെഷീനറീസും കൊണ്ടുവന്ന് ഉള്ള ജോലിയും കൂടെ ഇല്ലാതാക്കിക്കൊണ്ട് ഇരിക്കുകയാണ്. അപ്പം ഈ തത്വങ്ങൾ ഇതൊക്കെ പ്രഭുപാദ് ചെയ്ത വിപ്ലവകരമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇതൊക്കെ ലോകമെമ്പാടും അറിയണം. അപ്പോൾ ഈ ചതിയിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ പറ്റുമെന്ന് ഗർഗമുനി പ്രഭു അതിൽ പറഞ്ഞു. Thank you.